കീടങ്ങളുടെ ആക്രമണമൊന്നുമില്ലാതെ ഇതുപോലെ നല്ല ഫ്രഷ് ചീര നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഒരു ടിപ്പ് ഞാൻ പറഞ്ഞു തരട്ടെ. ഇതുപോലെ നല്ല ഇലപ്പുള്ളി രോഗമോ അതല്ലെങ്കിൽ വേറെ പുഴുക്കുത്തോ ഇലക്ക് വേറെ പുള്ളിയോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ നല്ല അടിപൊളി ചീര കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു ടിപ്പ് ഞാൻ പറഞ്ഞു തരട്ടോ. ഇത് ഉണ്ടായിട്ടുള്ളത് നമ്മൾ പാടത്തെ പറമ്പിലൊന്നല്ല, നമ്മുടെ വീടിൻ്റെ മുറ്റത്താണ് കേട്ടോ. നല്ല അടിപൊളി ചീരയാണ്. ഇപ്പോൾ ഇത് ഒരു 30 ദിവസം പ്രായമായ ചീരയാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇലകൾക്ക് നല്ല വൃത്തിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടിപ്പ് ഞാൻ പറഞ്ഞു കേട്ടോ. നമ്മുടെ കായ ഉണ്ടല്ലോ, കായത്തിൻ്റെ പൊടി 10 രൂപക്ക് ചെറിയൊരു ടിന്ന് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും കടകളിൽ നിന്നൊക്കെ. കറിക്കായം, സാമ്പാർ കായം എന്നൊക്കെ പറയുന്ന കറിക്കായം വാങ്ങിയിട്ട് അത് ഒരു 2 ലിറ്ററോ അല്ലെങ്കിൽ ഒരു 5 എത്രയാണ് നമുക്ക് ചീര ഉള്ളത് അതിനനുസരിച്ച് ഒരു 2 ലിറ്റർ വെള്ളത്തേക്ക് കുറച്ച് കായംപൊടി എടുത്തിട്ടേ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുക. ഒറിജിനൽ മഞ്ഞൾപ്പൊടി ഇല്ലേ, മഞ്ഞൾ പൊടിച്ച പൊടി. അത് കടയിൽ നിന്ന് വാങ്ങുന്ന മഞ്ഞൾപ്പൊടി അല്ല, നമ്മൾ വീട്ടിലുണ്ടാക്കിയ മഞ്ഞൾ, നാടൻ മഞ്ഞളിൻ്റെ പൊടി ഉണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് മിക്സ് ആക്കിയിട്ടേ അത് കുറച്ച് വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഇതിൻ്റെ ഇലകളിൽ ഒരാഴ്ചയിലോ 1 ദിവസം അല്ലെങ്കിൽ 10 ദിവസം കൂടുമ്പോഴൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇലകൾക്ക് വേറെ കീടങ്ങളോ കാര്യങ്ങളോ ഒന്നും വന്നിരിക്കുന്നില്ല. നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. വേറെ ഇലപ്പുള്ളി രോഗങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ ഓരോ ടിപ്പുകൾ പറഞ്ഞു തരുന്നതിന് വേണ്ടിയിട്ടേ നമ്മുടെ യൂട്യൂബ് ചാനലിനകത്ത് ഡെയിലി ടിപ്സ് എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റ് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും ഒരു ടിപ്പ് അതിലില്ലായിരിക്കില്ല. അപ്പോൾ അതൊന്ന് പോയി കണ്ടു നോക്കൂ കേട്ടോ. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം.